ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് ആൻഡ് കൗണ്ടർ കണ്ടീഷനിങ് ആണ്. ഇതിൻ്റെ സബ് പോയിൻറ്റ്സ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി ഒക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് കാണുമ്പോൾ നമ്മൾ സലൈവേറ്റ് ചെയ്യുന്നു, വായിൽ നിന്ന് സലൈവ വരുന്നു. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാൾ നമ്മളോട് ചിരിക്കുമ്പോൾ നമുക്കൊരു പ്ലസൻറ്റ് ഫീലിംഗ് വരുന്നു. അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഫോബിയ ഉള്ള ഒരാൾ കാറ് കാണുമ്പോൾ ആൾക്ക് വല്ലാത്ത ആൻസൈറ്റിയും വല്ലാത്ത ഫിയറൊക്കെ വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റിമുലികൾക്ക് ഇങ്ങനെ റെസ്പോൺസ് വരുന്നു? എന്തുകൊണ്ടാണ് ഈ സ്റ്റിമുലികൾക്ക് ഇത്തരത്തിലുള്ള റെസ്പോൺസ് വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് കാണുമ്പോൾ, അതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടാണ് വായിൽ നിന്ന് വെള്ളം വരുന്നത്? എന്തുകൊണ്ടാണ് ആ സ്റ്റിമുലിക്ക് വായിൽ നിന്ന് വെള്ളം വരിക എന്നുള്ള ഒരു റെസ്പോൺസ് വന്നത്? അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഫോബിയ ഉള്ള ഒരാൾ കാറ് കാണാമെന്നുള്ള സ്റ്റിമുലിക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഫിയർ, ആൻസൈറ്റി എന്ന് പറയുന്ന റെസ്പോൺസ് വന്നത്? ഇത് എന്ന് പറയുന്നത് ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇത് സിംപ്ലി റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് ആണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഫേവറേറ്റ് ഫുഡിൻ്റെ ഇമേജ് ഈ സ്റ്റിമുലയും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റിൻ്റെ സ്റ്റിമുലയും കൂടി പെയർ ചെയ്യുക ചെയ്യുന്നത്, അസോസിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതാണ് ഇവർ കണ്ടീഷനിങ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ കണ്ടീഷനിങ് ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഫുഡിൻ്റെ ഇമേജ് കാണുമ്പോൾ റെസ്പോൺസായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വായിന്ന് വെള്ളം വരിക ചെയ്യുന്നത്. അതായത് ഇവിടെ രണ്ട് സ്റ്റിമുലികളുടെ പെയറിങ് നടന്നു. അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ ഫോബിയ ഉള്ള ഒരാൾ കാറ് കാണുമ്പോൾ, സാധാരണഗതിയിൽ ഒരാൾ കാറ് കാണുമ്പം ആൻസൈറ്റി, ഫിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കാറ് കാണുന്ന ആ സ്റ്റിമുലയും അയാൾക്ക് മുൻപേ ഉള്ളൊരു എക്സ്പീരിയൻസ്, അയാളുടെ ക്ലോസ് റിലേറ്റീവ് ആക്സിഡൻറ്റിൽ മരിക്കുന്നത് വിറ്റ്നസ് ചെയ്തു, ആ സ്റ്റിമുലയും കൂടി പെയർ ചെയ്തു, അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് സ്റ്റിമുലയും അസോസിയേറ്റ് ചെയ്തു, കണ്ടീഷനിങ് നടന്നു. അതുകൊണ്ട് പിന്നെ ഇയാൾക്ക് കാറ് കാണുമ്പോൾ ഫിയർ ആൻഡ് ആൻസൈറ്റി എന്ന് പറയുന്ന റെസ്പോൺസ് കാണിക്കാൻ തുടങ്ങി. ഇതാണ് സിംപ്ലി റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയണത്. അതായത് റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ദ ലേണിംഗ് മോഡൽ, ഇറ്റ്സ് എ ലേണിംഗ് മോഡൽ. ഇവിടെ ലേണിംഗ് ആണ് മോഡൽ ഇൻ വിച്ച് വൺ സ്റ്റിമുലേ ആസ് എ റിസൾട്ട് ഓഫ് ബീങ് പെയർഡ് വിത്ത് അതർ സ്റ്റിമുലേ. ഇപ്പോൾ പെയറിങ് നടന്നതുകൊണ്ട് കംസ് ടു എലിസിറ്റ് എ റെസ്പോൺസ് ഇറ്റ് ഡിഡ് നോട്ട് എലിസിറ്റ് ജസ്റ്റ് പ്രീവിയസ്ലി. പ്രീവിയസ് ആയിട്ട് നടക്കാത്ത ഒരു റെസ്പോൺസ് കൊടുക്കുന്നു. ഇത് ഇവിടെ പെയറിങ് നടന്നതുകൊണ്ട്, രണ്ട് സ്റ്റിമുലേ തമ്മിലുള്ള പെയറിങ് നടന്നതുകൊണ്ട്. Respondent conditioning is often called classical conditioning or Pavlovian conditioning. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്കറിയാം. ഡോഗ് സലൈവേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്, അത് നമുക്കൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡോഗ് സാധാരണ ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഫുഡ് കാണുക എന്നുള്ളത് നാച്ചുറലി, ഫുഡ് കാണുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലേ ഫുഡ് കൊടുക്കുമ്പോൾ ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നു. അൺകണ്ടീഷൻ റെസ്പോൺസാണ്. പ്രത്യേകിച്ച് ഒരു പ്രയർ ലേണിങ്ങും ആവശ്യമില്ല. വിത്തൗട്ട് എനി പ്രയർ ലേണിംഗ് ഇങ്ങനെ നടക്കുന്നു. ഫുഡ് സെർവ് ചെയ്യുമ്പം ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഓരോ വട്ടവും ഡോഗിന് ഫുഡ് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു ബെല്ലടിക്കും. ബെല്ല് അടിച്ചിട്ട് ഫുഡ് സെർവ് ചെയ്യും. അപ്പോൾ ഈ ബെല്ലടിക്കുക എന്ന് പറയുന്നത്, ബെൽ റിങ്ങിങ് എന്ന് പറയുന്നത് ന്യൂട്രൽ സ്റ്റിമുലിയാണ്. അങ്ങനെ ബെൽ റിങ്ങിങ്ങും അൺകണ്ടീഷൻ സ്റ്റിമുലേ, അതായത് ഫുഡ്, അത് പെയറിങ് നടന്നു. അവിടെ അസോസിയേറ്റിംഗ് കണ്ടീഷനിങ് നടന്നു. അങ്ങനെ കണ്ടീഷനിങ് നടന്നു. അതുവഴി പിന്നെ ബെല്ല് മാത്രം അടിക്കുമ്പോൾ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഫുഡ് കൊടുക്കാതെ ബെല്ലടിക്കുമ്പോൾ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് അവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലേ, ബെൽ റിങ്ങിങ്, കണ്ടീഷൻഡ് റെസ്പോൺസ് തരാൻ തുടങ്ങി.
സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നമുക്കറിയാം ന്യൂട്രൽ സ്റ്റിമുലെ ബെൽ റിങ്ങിങ്ങും അതേപോലെ തന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലെ ഫുഡ് അത് പെയറിങ് നടന്നു, അസോസിയേറ്റ് നടന്നു, റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് നടക്കുകയാണ്. അപ്പോൾ ഈ റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ ദ മോർ പ്രോബബിൾ ഇറ്റ് ഈസ് കണ്ടീഷൻ റെസ്പോൺസ് ടു ഫോളോ കണ്ടീഷൻ സ്റ്റിമുലെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോബബിൾ ആയിരിക്കും നമ്മൾ ആ പെയറിങ് സ്ട്രോങ് ആണെങ്കിൽ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുന്നത്, കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയാണ്. സ്കൂളിൽ ടീച്ചർ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, കോർപ്പറൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കോർപ്പറൽ പണിഷ്മെൻറ്റ് കുട്ടിക്ക് വളരെയധികം പേടിയാണ്, ആൻസൈറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കോർപ്പറൽ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പം അൺകണ്ടീഷണൽ സ്റ്റിമുലയാണ്. അത് കൊടുക്കുമ്പോൾ ആൾക്ക് ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റി കാണിക്കുന്നു, അൺകണ്ടീഷണൽ റെസ്പോൺസാണ്. പിന്നെ സ്കൂളിൽ പോകുന്ന ആ സ്റ്റിമുലയും കോർപ്പറൽ പണിഷ്മെൻറ്റ് സ്റ്റിമുലയും അസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നു, ലേണിംഗ് നടക്കുന്നു, കണ്ടീഷനിങ് നടക്കുന്നു, റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് നടക്കുന്നു. പിന്നെ കുട്ടിക്ക് സ്കൂളിൽ പോകുന്നത് തന്നെ ഫിയർ ആൻഡ് ആൻസൈറ്റി വരികയാണ്. അതുവഴി സ്കൂളിൽ ആൾക്ക് ഡെവലപ്പിംഗ് ഡിസ്ലൈക്കിംഗ് ടു ഗോ ടു സ്കൂൾ ഇത് നടക്കുകയാണ്. ഇത് നമ്മൾ ഫോബിയാസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ മിക്ക കാര്യങ്ങളും, അതായത് റിവാർഡിങ്, പണിഷിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അക്വയർ ചെയ്യുന്നത് റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ്ങിലൂടെയാണ്. അതിനാണ് കണ്ടീഷൻഡ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻഡ് റീഎൻഫോഴ്സ്മെൻറ്റും കണ്ടീഷൻഡ് പണിഷ്മെൻറ്റും എന്ന് പറയുന്നത്. ഇനി നമ്മളിലുള്ള അൺഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ, അതായത് ആവശ്യമില്ലാത്ത ബിഹേവിയർ, അൺഡിസൈഡ് ആയിട്ടുള്ള ബിഹേവിയർ എങ്ങനെ നമുക്ക് കുറയ്ക്കാം, എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം, അതിന് ഉള്ള 2 വേസാണ്. ഒന്ന് എക്സ്റ്റൻഷനും മറ്റേത് കൗണ്ടർ കണ്ടീഷനിങ്ങും. ഇനി നമ്മൾ എക്സ്റ്റൻഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിൽ പറഞ്ഞു 2 സ്റ്റിമുലെ കണ്ടീഷനിങ് നടക്കുന്നു, 2 സ്റ്റിമുലെ പെയറിങ് നടക്കുന്നു, അസോസിയേറ്റിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കണ്ടീഷൻഡ് സ്റ്റിമുലേക്ക് കണ്ടീഷൻഡ് റെസ്പോൺസ് എലിസിറ്റ് ആവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ കണ്ടീഷൻഡ് സ്റ്റിമുലി, ഈ പെയർ ചെയ്ത 2 സ്റ്റിമുലെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ബ്രേക്ക് ചെയ്യുക, അതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഡോഗ് ബെല്ലടിക്കുമ്പോൾ ഡോഗ് സലൈവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതാണ് കണ്ടീഷൻഡ് സ്റ്റിമുലേക്ക് റെസ്പോൺസായിട്ട് ഡോഗ് സലൈവേറ്റ് ചെയ്തു, ബെല്ലടിച്ചപ്പം ഡോഗ് സലൈവേറ്റ് ചെയ്തു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പെയറിങ് നടന്നു? എന്താണ്, ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലെ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ബെല്ലടിച്ചു, അവിടെ ബെല്ലും ഫുഡും തമ്മിലുള്ള ഒരു അസോസിയേഷൻ നടന്നു. ഈ അസോസിയേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവഞ്ച്വലി എന്ത് ചെയ്യും, ഡോഗ് ബെല്ല് കേൾക്കുമ്പം സലൈവേറ്റ് ചെയ്യൽ നിൽക്കും. ഇപ്പോൾ ഫുഡ് കൊടുക്കുമ്പം ബെല്ല് മാത്രം അടിക്കുകയാണ്, ഫുഡ് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി എന്ത് ചെയ്യും, ഡോഗ് ബെല്ല് കേൾക്കുമ്പോൾ പിന്നെ സലൈവേറ്റ് ചെയ്യൽ നിൽക്കും. ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് terminating the contingency relationship established between conditioned stimuli and unconditional stimuli. Eventually, the conditioned stimuli no longer elicit conditioned response. ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രൊസീജിയർ ഫോർ പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷനാണ്. അത് 2 വേസിൽ ഉണ്ട്. ഒന്ന് ഗ്രാജുവലും ഒന്ന് നോൺ ഗ്രാജുവൽ. ഗ്രാജുവൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ അപ്രോച്ചാണ്. അതിൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ഉണ്ട്, ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ഉണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട് അതിൽ. നോട്ട് ഗ്രാജുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു സഡനിലാണ്, ഒരു ഫൈനൽ സിറ്റുവേഷനിലേക്ക് റൈറ്റ് അവേ പോവുകയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല. അപ്പോൾ ഇതിന് എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് കടൽ പേടിയാണ്, കടൽ കാണുമ്പോൾ ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ട്, അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ അസോസിയേഷൻ
അങ്ങനെ അത് ആ ബിഹേവിയർ കുറക്കുക, ഫിയർ ആൻസൈറ്റി കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാജുവൽ അപ്രോച്ചാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ആദ്യം ബീച്ചിൽ കൊണ്ടുപോകും. വളരെ ദൂരെ ഒരു 20 ഫീറ്റ് ഇപ്പുറത്ത് കുട്ടി കളിപ്പിക്കുക, പിന്നെ 10 ഫീറ്റ് കുറച്ചും കൂടി അടുത്ത് പോയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ തൊട്ട് അടുത്ത്, പിന്നെ വെള്ളത്തിൽ കാല് നനയ്ക്കുക. അങ്ങനെ നമ്മൾ എക്സ്പോഷർ കൊടുക്കുക. അതാണ് ഗ്രാജുവലിൽ. നോൺ ഗ്രാജുവലിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ക്യാരി ചെയ്തിട്ട് കുട്ടീനെ വെള്ളത്തിൽ കൊണ്ടുപോയിടുക, ഫിയർ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത് വരെ. അപ്പോൾ ഈ നോൺ ഗ്രാജുവലിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ബംബാർഡ് ചെയ്യാണ്, പേഴ്സൺ വിത്ത് ആൻസൈറ്റി പ്രൊഡ്യൂസിങ് സ്റ്റിമുലി ആയിട്ട് ബംബാർഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സിറ്റുവേഷനിൽ വേറെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, വിത്തൗട്ട് എനി എസ്കേപ്പ്. ഇതിനെയാണ് നമ്മൾ ഫ്ലഡിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ആൻസൈറ്റി, ഫിയർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത്. ഇത് വൈഡ്ലി നമ്മൾ ആൻസൈറ്റി, ഫിയർ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് റീകവറി. നമ്മൾ പറഞ്ഞു എക്സ്റ്റിൻഷൻ നടന്നു, അതായത് നമ്മൾ ഈ പെയറിങ് നമ്മൾ ബ്രേക്ക് ചെയ്തു, ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലി കണ്ടീഷൻ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ എക്സ്റ്റിൻഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കണ്ടീഷൻ റെസ്പോൺസ് സ്ട്രെങ്ത്ത് തിരിച്ചു വരും. അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് റീകവറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബെല്ലടിച്ചിട്ട് ഫുഡ് കൊടുക്കുന്ന ഇത് നിർത്തി, അങ്ങനെ പിന്നെ ആയപ്പം ഡോഗ് ബെല്ലടിക്കുമ്പം സലൈവേറ്റ് ചെയ്യാതായി എക്സ്റ്റൻഷൻ നടന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡോഗ് പഴയ സ്ട്രെങ്ത്തിലേക്ക് വരികയാണ്, അതായത് പിന്നെയും ബെല്ലടിക്കുമ്പോൾ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങുക. ഇതിനെയാണ് സ്പോണ്ടേനിയസ് റീകവറി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസൊക്കെ വളരെ മിനിമൽ എക്സാമ്പിൾസേ ഉള്ളൂ. അൺഡിസൈഡ് ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അൺഡിസൈഡ് റെസ്പോൺസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് കൗണ്ടർ കണ്ടീഷനിങ് ആണ്. അപ്പോൾ കൗണ്ടർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് അൺഡിസൈർഡ് റെസ്പോൺസ് ബൈ റെസ്പോണ്ടൻ്റ്ലി കണ്ടീഷനിങ് ഇൻകോമ്പാറ്റിബിൾ റെസ്പോൺസസ് ടു ദ എലിസിറ്റിംഗ് സിറ്റുവേഷൻ. ഇത് നമുക്കൊരു എക്സാമ്പിൾ വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു വീട്ടിലേക്ക് ഒരു സ്ട്രേഞ്ചർ വരുന്ന സമയത്ത് അവിടുത്തെ ഡോഗ് ഫിയറും ആൻസൈറ്റിയും കാരണം വല്ലാണ്ട് കുരയ്ക്കും, വല്ലാണ്ട് ഡിസ്റ്റർബൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിയറും ആൻസൈറ്റിയും ഉണ്ടാവുന്നു, അത് കാരണം ഈ ഡിസ്റ്റർബൻസ് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടെ അൺഡിസൈറബിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ അൺഡിസൈർഡ് ആയിട്ടുള്ള ബിഹേവിയർ, നമ്മൾ കുറയ്ക്കേണ്ട ബിഹേവിയർ അതാണ്. അതിനു വേണ്ടിയിട്ട് സ്ട്രേഞ്ചർ എപ്പോൾ വരുമ്പോഴും ഡോഗിന് ട്രീറ്റ് കൊടുക്കും. ഡോഗിന് ട്രീറ്റ് എന്ന് പറയുന്നത് ഡോഗ് ഹാപ്പി ആവും. അപ്പോൾ എപ്പോഴും സ്ട്രേഞ്ചർ വരുമ്പം അങ്ങനെ ട്രീറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ട്രേഞ്ചറുടെ പ്രസൻസും, അതായത് ഈ സിറ്റുവേഷനും സ്ട്രേഞ്ചറുടെ ഈ പ്രസൻസും ഡോഗിന് കൊടുക്കുന്ന ട്രീറ്റും പ്ലേയും ഇത് പെയറിംഗ് ആയി. അതായത് ഇവിടെ കണ്ടീഷനിങ് നടന്നു, റെസ്പോണ്ടൻ്റ്ലി കണ്ടീഷനിങ് ആയി. അപ്പോൾ ഈ രണ്ട് ഈ പ്രസൻസ് ഓഫ് ദ സ്ട്രേഞ്ചറും അതേപോലെ തന്നെ ട്രീറ്റ് പ്ലേ ഇത് റെസ്പോണ്ടൻ്റ്ലി കണ്ടീഷനിങ് നടന്നു. അതുവഴി എന്തായി, പിന്നെ ഡോഗ് എപ്പോൾ സ്ട്രേഞ്ചർ വരുമ്പോഴും വളരെ കാമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ്സ് ഫോർ ദ റിഡക്ഷൻ ഓഫ് അൺഡിസൈറബിൾ റെസ്പോൺസ് ബൈ റെസ്പോണ്ടൻ്റ്ലി കണ്ടീഷനിങ് ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ് ടു ദ എലിസിറ്റിംഗ് സിറ്റുവേഷൻ. ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഡോഗിന് കൊടുക്കുന്ന ട്രീറ്റ്. അപ്പോൾ റെസ്പോണ്ട്ലി കണ്ടീഷനിങ് ദ ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ് ടു ദ എലിസിറ്റിംഗ് സിറ്റുവേഷൻ. അതുവഴി നമുക്ക് ഒരു അൺഡിസൈർഡ് ആയിട്ടുള്ള ബിഹേവിയർ കുറയ്ക്കാൻ, അൺഡിസൈർഡ് ആയിട്ടുള്ള റെസ്പോൺസ് കുറയ്ക്കാൻ പറ്റും. ഇത് നമ്മൾ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അൺവാണ്ടഡ് ഇമോഷൻസായ ആൻസൈറ്റി, ആങ്കർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനെയാണ് നമ്മൾ കൗണ്ടർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൗണ്ടർ കണ്ടീഷനിങ് നമ്മൾ ഏതുവരെ കണ്ടിന്യൂ ചെയ്യണം?
അതായത് അവിടെ അസോസിയേറ്റ് ചെയ്ത് അവിടെ കണ്ടീഷനിങ് നടക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണം. അതായത് അത് കുറേ തവണ നമ്മൾ സ്ട്രേഞ്ചർ വരുമ്പോൾ കൊടുക്കുകയാണ്. അങ്ങനെ ഈ കൗണ്ടർ കണ്ടീഷനിങ് നമുക്ക് ഈ ഡോഗ് സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ കാം ആവുന്ന വരെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിസ്റ്റർബൻസ് കാണിക്കുന്നത് കുറയുന്നത് വരെ നമ്മളിത് കൗണ്ടർ കണ്ടീഷനിങ് കണ്ടിന്യൂ ചെയ്യണം. ഇനി ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൗണ്ടർ കണ്ടീഷനിങ് ഓഫ് ആൻസൈറ്റി വിത്ത് റിലാക്സേഷൻ. അതിനെയാണ് നമ്മൾ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇഫ് അൺഡിസൈഡ് റെസ്പോൺസ് ഈസ് റിവാർഡിങ്, ഇൻ കേസ് അൺഡിസൈഡ് റെസ്പോൺസ് നമ്മൾക്ക് കുറയ്ക്കാൻ ഉള്ള നമ്മുടെ ബിഹേവിയർ റിവാർഡിങ് ആണെങ്കിൽ, അത് എസ്പെഷ്യലി നമ്മൾ ആൽക്കഹോളിക് ആയിട്ടുള്ള, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള, ഓവർ ഈറ്റിങ് ഉള്ള ആളുകൾ, അവർക്ക് കുറയ്ക്കാനുള്ള ബിഹേവിയർ ചിലപ്പോൾ റിവാർഡിങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ ഒരു ബാറിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ അയാൾക്കത് കുടിക്കാൻ തോന്നുകയാണ്. അപ്പം അവരുടെ ആ അൺഡിസൈഡ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു റിവാർഡിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അവേഴ്സീവ് കൗണ്ടർ കണ്ടീഷനിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ കൗണ്ടർ കണ്ടീഷനിങ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഡോഗിൻ്റെ കേസിൽ പറഞ്ഞത് നമ്മൾ ആ ഡോഗിന് ട്രീറ്റ് കൊടുക്കുക എന്നാണ്. ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസായിട്ട് നമ്മൾ ഡോഗിന് ട്രീറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഒരു പ്ലസൻറ്റ് റെസ്പോൺസാണ് അവിടെ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അൺഡിസൈഡ് റെസ്പോൺസ് റിവാർഡിങ് ആയിട്ടുള്ള ഇത്തരം കേസസിൽ നമ്മൾ കൊടുക്കുന്ന ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്, അതായത് കണ്ടീഷനിങ് ചെയ്യുന്ന ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ് എന്ന് പറയുന്നത് അൺപ്ലസൻറ്റ് റെസ്പോൺസ് ആയിരിക്കണം. അതായത് കണ്ടീഷനിങ് അൺപ്ലസൻറ്റ് റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ് സിറ്റുവേഷൻ. അപ്പോൾ അതാണ് അവേഴ്സീവ് കൗണ്ടർ കണ്ടീഷനിങ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇമാജിനിങ് ആൻ അൺപ്ലസൻറ്റ് സീൻ വെൻ ദേ ആർ ഹാവിങ് സെക്കൻഡ് പീസ് ഓഫ് കേക്ക്. അതായത് ഒരു ഓവർ ഈറ്റിംഗ് ആൾക്ക് അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ്, കൗണ്ടർ കണ്ടീഷനിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇമാജിനിങ് അൺപ്ലസൻറ്റ് സീൻസാണ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ്, നമ്മൾ കണ്ടീഷനിങ് ചെയ്യുന്ന ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ അൺഡിസൈഡ് റെസ്പോൺസിനേക്കാളും ഡോമിനൻ്റ് ആവണം. അതായത് ഈ അൺപ്ലസ് ഇപ്പം നമ്മൾ ഒരു ഓവർ ഈറ്റിംഗ് ആൾ ഇമാജിനിങ് അൺപ്ലസൻറ്റ് സീൻസ് എന്ന് പറയുന്നത് അത് ഡോമിനൻ്റ് ആയിരിക്കണം. ആൾ കേക്ക് കഴിക്കുമ്പം അയാൾക്ക് കിട്ടുന്ന പ്ലീസിങ് എഫക്റ്റിനേക്കാളും ഡോമിനൻ്റ് ആവണം അയാൾ ഇമാജിൻ ചെയ്യുന്ന അൺപ്ലസൻറ്റ് സീൻസ്. നമുക്ക് ഹയറാർക്കി യൂസ് ചെയ്തിട്ട് നമുക്ക് എൻഷ്യൂർ ചെയ്യാം ഡോമിനൻസ് ഓഫ് ആൻ ഇൻകോമ്പാക്റ്റിബിൾ റെസ്പോൺസിൻ്റെ ഡോമിനൻസ് നമുക്ക് ഹയറാർക്കി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ റിലാക്സേഷൻ, നമ്മൾ കൗണ്ടർ കണ്ടീഷനിങ്ങിലൂടെ നമുക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ, ഫോബിയ അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ റിലാക്സേഷൻ എങ്ങനെയാണ് ബിഗിൻ ചെയ്യേണ്ടത്? ഇതിന് നമ്മൾ ഈ ഹയറാർക്കി നമ്മൾ ഫോളോ ചെയ്യണം. ഈ ഹയറാർക്കി എന്ന് പറഞ്ഞത് നമ്മൾ എക്സ്റ്റൻഷൻ്റെ സമയത്ത് ഡിസ്കസ് ചെയ്തു. അതായത് ഗ്രാജുവൽ എക്സ്റ്റൻഷൻ്റെ സമയത്ത് നമ്മൾ ഹയറാർക്കി അവിടെ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റ് ഫ്രൈറ്റനിങ് ടു മോസ്റ്റ് ചാലഞ്ചിങ് ഫ്രൈറ്റനിങ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തു, ഹയറാർക്കി ഓഫ് ഫിയർ ഓഫ് സ്പൈഡർ. അപ്പോൾ തിങ്കിങ് അബൌട്ട് സ്പൈഡർ അതിനേക്കാളും കുറച്ചും കൂടി ഫ്രൈറ്റനിങ് ആണ് സ്പൈഡറിൻ്റെ ചിത്രം നോക്കുക, പിന്നെ സ്പൈഡറിൻ്റെ വീഡിയോ കാണുക, പിന്നെ ഒരു അലൈവ് ആയിട്ടുള്ള സ്പൈഡറിനെ കാണുക. അതായത് ഒരു ഫിയർ ഓഫ് സ്പൈഡറുള്ള ഒരാൾക്ക് കുറേ ചാലഞ്ചിങ് കൂടി വരികയാണ് ഹയറാർക്കിയിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും കൗണ്ടർ കണ്ടീഷനിങ് നമ്മൾ അപ്ലൈ ചെയ്ത്, ഈ ഹയറാർക്കിയിൽ ഓരോ സ്റ്റെപ്പിലും കൗണ്ടർ കണ്ടീഷനിങ് നമ്മൾ അപ്ലൈ ചെയ്ത് ഓരോ സ്റ്റെപ്പിലും അങ്ങനെ വന്ന് ഹയറാർക്കിയിലേക്ക് ഓരോ സ്റ്റെപ്പിലും കൗണ്ടർ കണ്ടീഷനിങ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാജുവലി നമ്മളെ അൺഡിസൈഡ് റെസ്പോൺസിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് വീഡിയോയിൽ നമ്മൾ റെസ്പോണ്ടൻ്റ് കണ്ടീഷനിങ് പഠിച്ചു. സിംപ്ലി എന്താണ് റെസ്പോണ്ടൻ്റ് കണ്ടീഷനിങ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അൺഡിസൈഡ്
ബിഹേവിയർ, അൺഡിസൈഡ് റെസ്പോൺസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 2 വേസ് പഠിച്ചു. എക്സ്റ്റൻഷൻ്റെ പല ഗ്രാജുവൽ പല വേസ്, ഗ്രാജുവൽ എന്ന് പറഞ്ഞു, നോൺ ഗ്രാജുവൽ പഠിച്ചു, ഡിസ്കസ് ചെയ്തു. പിന്നെ കൗണ്ടർ കണ്ടീഷനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹൈറാർക്കി ഡിസ്കസ് ചെയ്തു. എങ്ങനെ നമുക്ക് ഫോബിയ അല്ലെങ്കിൽ ഫിയറൊക്കെ എങ്ങനെ അതിൻ്റെ റിലാക്സേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈറാർക്കി ഓരോ സ്റ്റെപ്പിലും കണ്ടീഷനിങ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ അൺഡിസൈഡ് ബിഹേവിയർ കുറയ്ക്കാമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു.